അലി കടുകശ്ശേരിയുടെ കവിത പൊതിച്ചോറ്. മെഡിക്കൽ കോളേജിലെ പൊതിച്ചോറ് ആരോ കൊടുത്തുവിട്ട സ്നേഹപ്പൊതി. മോരുകറിയും പയറുപ്പേരിയും അച്ചാറും വറുത്ത മീൻ കഷ്ണവും ചേർത്ത് വയറു നിറച്ചുണ്ടു. തന്നതാരെന്ന് തിന്നവനും തിന്നതാരെന്ന് തന്നവനും അറിഞ്ഞില്ല. രണ്ടുപേരും അറിഞ്ഞത് ഒരേയൊരു സത്യം: വിശപ്പ്. അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ലോകത്തിലെ മികച്ച രാഷ്ട്രീയം? അപരനോടുള്ള കരുതലല്ലാതെ മറ്റെന്താണ് ലോകത്തെ മികച്ച രാഷ്ട്രീയം? ഇതുതന്നെയാണ് ഡിവൈഎഫ്ഐ ചിന്തിക്കുന്നതും. സർക്കാർ ആശുപത്രികളുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ആർക്കും, ഒരു മാധ്യമത്തിനും വലിയ വിഷയമൊന്നും ആകുന്നില്ല. മൊബൈൽ വെളിച്ചത്തിൽ ചികിത്സ ചെയ്താലും ഓക്സിജൻ കിട്ടാതെ രോഗി മരിച്ചാലും ഒരു മരണത്തിനും ഒരു ജീവനും വിലയില്ലാതെ അതൊന്നും ചർച്ചയാക്കപ്പെടുക പോലും ചെയ്യാതെ പോകുന്ന അവസ്ഥ. ഇതിനൊക്കെ മേലെയാണ് ഹൃദയപൂർവ്വം പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നാളിതുവരെ ഉച്ചഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്ന ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമെന്നുള്ള തിട്ടൂരം കൂടി വന്നേക്കുന്നത്. ഉച്ചഭക്ഷണം മാത്രമല്ല, ഓരോ മനുഷ്യൻ്റെയും രോഗാവസ്ഥകളിൽ അവർക്ക് ആവശ്യമുള്ള രക്തം കൂടി നൽകുന്നവരാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ. തൻ്റേതെന്നോ സ്വാർത്ഥലാഭങ്ങളൊന്നുമില്ലാതെ അവർ നിസ്വാർത്ഥ ഉടലുകളായിട്ട് നിന്നുകൊണ്ടാണ് സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്നത്. ഓരോ പൊതിച്ചോറിന് പിന്നിലും അവരുടെ വലിയ പ്രയത്നമുണ്ട് എന്നുള്ളതാണ്. ഇത് കളക്ട് ചെയ്യാനും അതിനുവേണ്ടി നേരത്തെ റിമൈൻഡ് ചെയ്യാൻ പോകാനും ആദ്യം ഇതിനെക്കുറിച്ച് ആവശ്യപ്പെടാൻ പോകാനും ഒക്കെയായി മണിക്കൂറുകൾ അവരവരുടെ ജോലിയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി അവർ നിരന്തരം എന്നോണം പ്രവർത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ മനുഷ്യരും നൽകുന്ന പൊതിച്ചോറുകൾ കളക്ട് ചെയ്തു കൊണ്ടുവന്നാണ് ഈ ആശുപത്രിയിലെ രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുമൊക്കെ അവർ വിതരണം ചെയ്യുന്നത്. അതിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഇത്ര മലീമസമായി ചിന്തിക്കാൻ എങ്ങനെയാണ് മനുഷ്യർക്ക് കഴിയുക എന്നുള്ളതാണ്. മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞവരോടൊപ്പം കൂടിയപ്പോഴേക്കും ഇത്രമാത്രം വിശപ്പ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ ഇങ്ങനെ സങ്കുചിതനാകുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്നതുകൊണ്ട് മാത്രം വർഗീയവാദിയായി ഒരാളെ മുദ്ര കുത്താൻ എങ്ങനെയാണ് കഴിയുന്നത്? കമ്മ്യൂണിസത്തിൽ നിന്ന് പുറത്തു പോകുന്ന വ്യക്തി ഏറ്റവും മോശം വ്യക്തിത്വമായി തീരുമെന്ന് കേട്ടിട്ടേയുള്ളൂ. പക്ഷെ അതിപ്പോൾ കൃത്യമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത്തരം ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ട് പുതിയ തീരുമാനങ്ങളുമായി ഇറങ്ങുന്ന ആരോഗ്യമന്ത്രി ഓർക്കുമ്പോൾ അതിനേക്കാൾ സഹതാപമാണ്. ചുമതല വഹിക്കുന്ന വിഭാഗത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നൽകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഇത്തരം രോഗാവസ്ഥകളിൽ നിരന്തരമെന്നോണം പൂർണ്ണ സമയം ചിലവഴിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ട സമയത്ത് പോലും അത് പ്രവർത്തിക്കാതിരിക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്യുന്നു. ഇതിന് പുറമെയാണ് ഓക്സിജൻ ലഭിക്കാതെ ഒരാൾ മരിക്കുന്നത്, മൊബൈൽ വെട്ടത്തിൽ ചികിത്സ നൽകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലൂടെ നാട് കടന്നു പോകുമ്പോഴാണ് അവർക്ക്, ഈ രോഗികൾക്ക് പൊതിച്ചോറ് നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് പൊതു ആരോഗ്യരംഗം ഉപയോഗപ്പെടുത്തുന്നത്. ആ മനുഷ്യർക്ക് കൊടുക്കുന്ന ചോറ് പൊതികളിൽ പോലും അതുപോലും മുടക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്ന മനുഷ്യരെ ഓർത്ത് സഹതാപം മാത്രമാണുള്ളത്. ഒരു കാരണവശാലും ചോറ് മാത്രമല്ല, ചോറിനൊപ്പം ചോരയും കൊടുക്കുന്നവരാണ് ഡിവൈഎഫ്ഐക്കാർ. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. ഇന്നോ നാളെയോ കൊണ്ട് ഈ രാജ്യം അവസാനിക്കാൻ പോകുന്നില്ല എന്നതുകൂടി ഓർക്കണം. ജനാധിപത്യ സംവിധാനമാണിത്. കൃത്യമായ ഇടവേളകൾക്കുള്ളിൽ തിരിച്ചു വരുമെന്നുകൂടി ആലോചിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഡിവൈഎഫ്ഐ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാനുഷികമായി എല്ലാ മനുഷ്യനെയും ഹൃദയപൂർവ്വം കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന പൊതിച്ചോറ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അംഗനവാടികളിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോലും നിങ്ങളെ കൊണ്ട് കഴിയാതിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പാവപ്പെട്ടവൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാനുള്ള ശ്രമം എന്നുകൂടി ഓർത്തുകൊള്ളുക.